പച്ചപ്പുല്ല് വേണം പശുവിന് കൊടുക്കാൻ. ആ അത് തന്നെ അച്ഛൻ ഞാൻ കൊടുക്കുന്നത്. ഇതാ നന്ദിനി, കഴിക്ക്. പല നിറങ്ങളിലുള്ള പട്ടുനൂലുകൾ കൊണ്ട് നമ്മൾ നെയ്തെടുക്കുന്ന ഓരോ പട്ടുസാരിയും ഓരോ കഥകളാണ്. വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ചിത്രകഥകൾ. മോള് വലിയ കുട്ടിയായി കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോ അച്ഛൻ എന്റെ മുത്തിന് തരുന്ന സ്ത്രീധനമായത്. ആരാ? എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല, പിന്നെ പഴയ ചില കാര്യങ്ങൾ ഓർമ്മിച്ച് നിന്നുപോയതാ. പണ്ട് എന്റെ പീടിയിടേനും ഇതേ സ്ഥലത്ത് ഈ കാണുന്ന പോലെയുള്ള കൊട്ടാരമൊന്നുമില്ലേനും. കുറെ പൈക്കളും തൊഴുത്തും എല്ലാം ഉണ്ടായിരുന്ന ഒരു ചെറിയ പൊര. ഞാൻ ഓടി നടന്ന് കളിച്ചു നടന്ന എന്റെ മുറ്റം പെട്ടെന്ന് ആ കാലെല്ലാം ഓർമ്മിച്ചു പോയി. ശരിയെന്നാ. ഇതാ അമ്മേ, കണ്ണൂർക്ക് പോയതിന്റെ വിശേഷമൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. ഓ, അങ്ങനെ പറയാൻ മാത്രമുള്ള വിശേഷമൊന്നും ഇല്ലപ്പാ. തറവാട്ടമ്പലത്തിലെ പ്രസാദമൊന്നും ഇവിടെ കിട്ടിയില്ല. അയ്യോ, ഞാൻ ആ ഓർഡർ കൊടുക്കുന്ന തിരക്കിലങ്ങ് മറന്നുപോയി. ഇപ്പൊ എടുത്തിട്ട് വരാം. എന്തൊരു കറി വേണ്ടേ? നിന്റെ കാലിന്റെ കടം കൊടുത്തു തീർത്തോടാ. പിന്നെ അതൊക്കെ എപ്പോഴേ തീർത്തു. അതെങ്ങനെ? അതിനുള്ള പൈസ എനിക്ക് എവിടുന്ന കിട്ടിയേ? ഒരു ഫ്രണ്ട് എനിക്ക് 2000 രൂപ തരാനുണ്ടായിരുന്നു, അത് തന്നു. പിന്നെ ബാക്കി കാശ് അത് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് സംഘടിപ്പിച്ചു. എടാ, അനാവശ്യ കാര്യങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന കടം ഇതുപോലെ ചോര നീരാക്കി കൊടുത്തു നിൽക്കേണ്ടി വരും. ആ പാഠം ഈന്റെ അകത്തുനിന്ന് പഠിച്ചാ എനിക്ക് നല്ലത് കേട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് ഇതെടുത്ത് കഴിക്കണേ. ഓ, എന്താ അത് എടുക്കാം. മാധവമ്മയുടെ അടുത്ത് ചെന്ന് കണ്ണൂര് പോയ കഥ മൊത്തം വിളമ്പാനല്ലേ? മനസ്സിലായി. വിളമ്പ് നിനക്കൊണ്ട് എന്താടാ കുഴപ്പം? സ്വന്തക്കാരെല്ലാം ഉപേക്ഷിച്ചൊരു പാവ സ്ത്രീയാ മാധവമ്മ. സ്വന്തവും ബന്ധവും നഷ്ടപ്പെട്ടവർക്ക് അന്യര് ചിലപ്പോ സ്വന്തക്കാരായിന്ന് വരും. അങ്ങനൊരവസ്ഥ ഉണ്ടായവർക്കേ അതിന്റെ വില അറിയൂ. എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ എന്റെ മക്കൾക്ക് തീരെ സമയമല്ലേ. വേഗം കഴിക്കും. അതുകൊണ്ട് ഇരിക്കല്ലേ മീനു. അമ്മ എന്താ ബാഗിൽ നിന്ന് എടുത്തോണ്ട് പോയത്? മുത്തപ്പന്റെ പ്രസാദമായിരിക്കും. ഏയ്, അതിങ്ങനെ മറച്ചു പിടിച്ചോണ്ട് പോകേണ്ട കാര്യം എന്താ? വേറെ എന്തോ കള്ളത്തരമുണ്ട്. മാധവമ്മേ, മാരകായുധങ്ങൾ എടുത്ത് പെരുമാറതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെ. എന്റെ തുന്നുന്ന സൂചിയാണോ നിന്റെ മാരകായുധം? ചോര കാണാൻ ഇതെല്ലാം തന്നെ ധാരാളം മതി. നീ കളിക്കാടാ നിങ്ങ തന്നെ. അല്ല, ഞാൻ പിന്നെ ചെയ്തു തരൂലേ. ഇപ്പം വേറൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്ത്? ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. കാണിച്ചോ? എന്തായത്? എന്റെ 10ാം ക്ലാസ്സിന്റെ സ്കൂൾ അഡ്മിഷന്റെ അപേക്ഷാ ഫോറം. പിന്നില്ലേ,
ഞാൻ പഠിച്ച ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പോയി ആടത്തെ ഹെഡ് മാസ്റ്റർ കണ്ട് TC-യും 9ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും എല്ലാം ഞാൻ സംഘടിപ്പിച്ചു. അല്ല ഞാൻ മീനാക്ഷിന്റെ സ്കൂളിലെ വിശ്വനാഥൻ സാറിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ആഹാ, ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയല്ലോ. ഫ്രണ്ടിനെ കണ്ടു, പക്ഷേ അവന്റെ കൂടെ ഒരാളെ കൂടി കണ്ടപ്പോ അത് നിനക്ക് വലിയൊരു സർപ്രൈസ് ആവുമെന്ന് തോന്നി. അതുകൊണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു ആളെ. ഹൂസ് ദാറ്റ്? ദിസ് ഈസ് എ സർപ്രൈസ്. ഇത് മനസ്സിലായില്ല? ആ, അപ്പൊ ഇത് ശരിക്കും സർപ്രൈസ് തന്നെയാണ്. ഇത് ആരാണെന്ന് നീ ഒന്ന് ഗസ് ചെയ്യേ. നിന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഒരു ഒറിജിനൽ കാഞ്ചീപുരം പട്ടുസാരി എന്റെ വക. ഇത് കിരണല്ലേ? ആബ്സല്യൂട്ട്ലി റൈറ്റ്. അപ്പോ എന്റെ ഒരു 25,000 പോയി കിട്ടി. എത്ര വർഷം മുമ്പ് കണ്ടതാ ഇവനെ? അതെ, കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോ അപർണയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അത് നടന്നില്ലല്ലോ. നീ ഞങ്ങൾ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അയ്യോ, ഞാൻ ഈ കൺഫ്യൂഷനില് അത് വിട്ടുപോയി. സോറി. വരൂ. കമിൻ കമിൻ. എന്നാലും ഏട്ടന് കിരണിനെ എങ്ങനെ അറിയുന്നത്? നല്ല ചോദ്യം. ഇവന്റെ അപ്പൻ ശേഖരന്റെ അടുത്ത സുഹൃത്തല്ലേടി. ഓ, അങ്ങനെയല്ലേ നിന്റെ ഫ്രണ്ട് മധുമിതയെ അവൻ മീറ്റ് ചെയ്യുന്നത് തന്നെ. ആക്ച്വലി സർപ്രൈസ് ആയത് ഞാനാ. ആന്റിനെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നിന്റെ ഇപ്പോഴത്തെ ഈ രൂപം വെച്ച് നിന്നെ തിരിച്ചറിയാനേ പറ്റില്ല. പക്ഷേ ആഞ്ഞു പോകാത്ത ഒന്നുണ്ടല്ലോ നിന്റെ മുഖത്ത്. ആ പുരികത്തിന് താഴെയുള്ള മാർക്ക്, അത് കണ്ടാ ഞാൻ തിരിച്ചറിഞ്ഞത്. ഇത് കാണുമ്പോ എന്ന് ഞാൻ അപർണയെ ഓർക്കാറുണ്ട്. എന്താ അത്? ഞാൻ അറിയാത്തൊരു കഥ. ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ച് അപർണ ഇവനെ പടിയിന്ന് തള്ളി താഴെ ഇട്ടപ്പോ പുരികത്തൊരു മുറിവുണ്ടായി സ്റ്റിച്ച് ഇട്ടു. അന്ന് എന്നേക്കാൾ ഉച്ചത്തിലായിരുന്നു അപ്പുവിന്റെ നിലവിളി. അന്നേ എനിക്ക് മുറിഞ്ഞ അവൾക്കാ വേദനിച്ചിരുന്നത്. ഐ മീൻ, അത്ര ചങ്ക് ബഡീസ് ആയിരുന്നല്ലോ ഞങ്ങള്. ആ, എന്നിട്ട് ഇത് കേക്കങ്ങളെ, എന്റെ അമ്മ എന്നെ വിളിക്കാൻ വന്നപ്പോ അപർണയെ തള്ളിയിട്ടെന്ന് ഞാൻ പറഞ്ഞു. അതവൾക്ക് വലിയ ഷോക്കായിപ്പോയി. എത്ര നാളാ പിന്നീട് അവൾ എന്നോട് പിണങ്ങിയിരുന്നത്, അല്ലേ ആന്റി? മോനെന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഒന്നും വേണ്ട ആന്റി, ഐ എം ഗുഡ്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എത്ര കാലത്തിന് ശേഷം ഇവിടെ വരുന്നത്? ഞാനൊരു ജ്യൂസ് എടുക്കാൻ തങ്കത്തിനോട് പറയാം. നോ ആന്റി, ഇറ്റ്സ് ഓക്കെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബോർഡിന് മുമ്പിൽ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അതിൽ ബാല്യകാലത്ത് പഠിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുടെ രൂപരേഖ ഉണ്ടായിരുന്നു. അതിനോട് അനുഭാവപൂർണമായിട്ടാണ് അന്ന് അവരെല്ലാവരും പ്രതികരിച്ചിരുന്നത്. ഇന്ന് ആ പദ്ധതി നടപ്പാക്കാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ സ്റ്റുഡന്റിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. I request all of you to meet her. Come in, Sudhamani. നമസ്കാരം. പഠിത്തത്തില് പുറകിലായ കുട്ടികളെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാൻ വേണ്ടത്. സുധാമണി 10th ഡിയിലെ മീനാക്ഷിയുടെ അമ്മയല്ലേ? അതെ. How can we give admission to this lady? How will you manage with your own daughter in the same classroom? ഓ, എന്റെ അപ്പാ, ഇത്രയും സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിച്ച എന്റെ തലവിറ്റി പോയേപ്പാ. ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ടില്ലേ? അവർക്ക് ബേസിക് ആൻഡ് സിമ്പിൾ ഇംഗ്ലീഷ് പോലും മനസ്സിലാവുന്നില്ല. How will she cope up with the others and the system? She is just a beginner. ഒരുപാട് വർഷങ്ങളായി അവർക്ക് പുസ്തകങ്ങളുമായി ഒരു ബന്ധവുമില്ല. അവർ സാവധാനം എല്ലാം പഠിച്ചുകൊള്ളും. സർ, ഇവരെ അങ്ങനെ മെനക്കെട്ട് പഠിപ്പിക്കാനുള്ള സമയം ഇവിടെ ആർക്കാണുള്ളത് സർ?
ഇവിടെ പഠിക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാവും സർ. ഞങ്ങള് ടീച്ചേഴ്സിനും അതൊരു ബുദ്ധിമുട്ട് തന്നെയാ. ഇത് തികച്ചും പ്രായോഗികമായ ഒരു ആശയമല്ല സാർ. അല്ലെങ്കിലും ഈ പ്രായത്തില് ഇവരെന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കോ? വിളിപ്പിക്കാം പ്ലീസ്. സുധാമണിയോ, നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് ഇപ്പൊ 45 കൊല്ലായി. അതിന്റെ കുഴപ്പമില്ല ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അതെന്റെ കുറ്റാണോ? അങ്ങനെ ആയിരുന്നെങ്കില് എനിക്ക് ഈ ഗതി ഒരിക്കലും വരൂലേനു. അതിനിപ്പോ എന്താ? എന്റെ മോള് തന്നെയാണ് നീ. ആ, എന്റെ അമ്മക്ക് ഇങ്ങനെ കുളിച്ചൊരുങ്ങി ഇവിടെ ഇരുന്നാ മതിയല്ലോ. മറ്റുള്ളവർ ഓരോ കാര്യത്തിന് കിടന്ന് നെട്ടോട്ടോടിയിട്ടും ഒരു വസ്തു നടക്കുന്നില്ല. രാവിലെ വളരെ ഹാപ്പി ആയിട്ട് പോയതാണല്ലോ, ഇപ്പൊ എന്തു പറ്റി? ബോർഡ് മീറ്റിംഗില് ഓറന്റെ അപേക്ഷ നിരസിച്ചു മാധവമ്മ. എന്നെ സാധാരണ കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റൂലെന്ന ഓറ തീരുമാനം. മറ്റൊരു മാർഗവും ഇല്ലേ സുധാമണി? എനിക്കറിയില്ല മാധവമ്മ. അപ്പോ നീ നിന്റെ പോരാട്ടം അവസാനിപ്പിച്ചോ? ഇത്രയേ ഉള്ളൂ? അല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ എപ്പോ ഇങ്ങനെ തന്നെയാ മാധവമ്മേ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് എന്റെ കൈന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് ഇല്ലാണ്ടാവുന്നത് പതിവാ. വീഡിയോ അതന്നെ സംഭവിച്ചു. നീ ഇങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. എന്റെ ജീവിതകഥയും പ്രാരബ്ധങ്ങളും പഠിക്കണമെന്നുള്ള എന്റെ അടങ്ങാത്ത ആഗ്രഹമെല്ലാം ബോർഡംഗങ്ങളെ മുന്നിൽ ഞാൻ പ്രസംഗിക്കണമെന്നോ വിശ്വനാഥ് സാർ പറയുന്ന. അതിന് എന്തോ ഒരു സ്റ്റേഷനാ, അത് ഞാൻ തയ്യാറാക്കിക്കൊണ്ട് ചെല്ലണം പോലും. സ്റ്റേഷനല്ല, പ്രസന്റേഷൻ ആണോ? ആ, അതന്നെ. ആ, കണ്ടോ? അപ്പൊ അങ്ങനെ ഒരു വഴി വീണ്ടും തെളിഞ്ഞു കിടക്കുക. അതിലൊന്നും എനിക്കിപ്പോ യാതൊരു പ്രതീക്ഷയും ഇല്ല മാധവമ്മ. ഈസി ആയിട്ട് എന്തെങ്കിലും നേടിയാൽ അതിനകത്ത് ഒരു ത്രില്ലും ഇല്ല എന്നുള്ളത് നീ തന്നെയല്ലേ പറയാറുള്ളത്? എന്നാലും ഇത് കുറച്ച് കടുപ്പത്തിലായിപ്പോയി. ഇത്രയും വലിയൊരു പരീക്ഷണം ഞാൻ അടുത്ത കാലത്തൊന്നും നേരിട്ടില്ല. എന്തായാലും നീ പ്രതീക്ഷ കൈവിടണ്ട. ദൈവം ഒരുപാട് പരീക്ഷിച്ചിട്ടും കഷ്ടപ്പെടുത്തിയിട്ടും തരുന്ന സമ്മാനങ്ങൾ ജീവിതത്തിൽ സ്ഥായിയായി നിലനിൽക്കുന്നതായിരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാധവമ്മ. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം. ഓ, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ടിരുന്ന എങ്ങനെയാ പൂ? പിന്നെ ഞാൻ എന്ത് വേണമെന്നാ മമ്മി പറയുന്നേ? നിങ്ങളോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥയാ. ആ പാർട്ടിയിൽ ഇപ്പൊ ഒരാള് കൂടി ജോയിൻ ചെയ്യുന്നതില് എന്താ നിനക്ക് ഇത്ര പ്രശ്നം? ആരെങ്കിലും ഒരാളാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതങ്ങനല്ലല്ലോ. ഉദ്ദേശം എന്റെ പ്രൊമോഷൻ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതല്ല. വേറെ എന്തുദ്ദേശം? നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. അല്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ ടീംമേറ്റ്സും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയില് ഒരു ഔട്ട്സൈഡർക്ക് എന്താ കാര്യം? കിരണിന്റെ നീ അങ്ങനെ ഒരു ഔട്ട്സൈഡർ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. അവൻ എന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ മകനാണ്, നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. സോ വാട്ട്? അവനെ അനാവശ്യമായി ഈ പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്തതിന് അമ്മ കണ്ടുപിടിച്ച ജസ്റ്റിഫിക്കേഷൻ ആണോ ഇത്? ഞാൻ എന്തിനാ ജസ്റ്റിഫൈ ചെയ്യുന്നേ? ഈ വീട്ടിൽ നടക്കുന്ന ഒരു പാർട്ടി, അതെന്തിന്റെ പേരിലാണെങ്കിലും അവൻ കൂടി അതിൽ വന്ന് പങ്കെടുക്കുന്നതില് ഞാൻ യാതൊരു തെറ്റും കാണില്ല. അമ്മ തെറ്റൊന്നും കാണില്ല. കാരണം കിരൺ അമ്മ സ്വപ്നം കാണുന്ന സണ്ണിലോ ആണല്ലോ. ആ സ്വപ്നങ്ങളൊക്കെ തകർന്നില്ലേ? തകർന്നെങ്കിൽ പിന്നെ ഈ ഇൻവിറ്റേഷന് പിന്നിലുള്ള ഇന്റൻഷൻ എന്താ? അത് നീ എന്നോടല്ല, സന്ദീപ് അങ്കിളിനോടാ ചോദിക്കേണ്ടത്.
കിരണിനെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സന്ദീപേട്ടനാണ്. കിരണിനെ ഇൻവൈറ്റ് ചെയ്തത് സന്ദീപങ്കളായിരിക്കും. പക്ഷെ അതിന് അമ്മ മൗനാനുവാദം കൊടുത്തിട്ടല്ലേ? നീ എന്താ അപ്പു സത്യം അറിയാതെ സംസാരിക്കുന്നേ? സന്ദീപേട്ടൻ കിരണിനെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ പ്രസൻസിലാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അത് എന്നോട് ആലോചിച്ചിട്ടോ എന്റെ സമ്മതം ചോദിച്ചിട്ടോ ആയിരുന്നില്ല. ഒരാൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോ ക്ഷണിക്കപ്പെട്ട ആളിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെയാ ഒപ്പോസ് ചെയ്യുന്നേ? അമ്മ എന്തൊക്കെ പറഞ്ഞാലും കിരൺ പാർട്ടിയിൽ ജോയിൻ ചെയ്താ ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് മാത്രമല്ല, ബാലുവിന്റെ ഹോൾ ഹാർട്ടഡ് എഫേർട്ട് കൊണ്ട് കിട്ടിയൊരു പ്രോജക്റ്റാ ഇത്. അതുകൊണ്ട് എന്തായാലും ബാലു ഈ പാർട്ടി മിസ് ചെയ്യില്ല. ബാലു ഉള്ളതുകൊണ്ട് എന്താ? ബാലുവിനും കിരണിനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. അങ്ങനെ കിരണിനെ വിളിച്ചു വരുത്തി അവന്റെ മുൻപിൽ ബാലുവിനെ കൊച്ചാക്കാനാ നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അമ്മേ. സന്ദീപങ്ങളിനോട് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞേക്ക്. അല്ലെങ്കിൽ കിരണിനോട് ഈ പാർട്ടി അവോയ്ഡ് ചെയ്യാൻ അമ്മ തന്നെ വിളിച്ചു പറയണം. ബാലു, എക്സ്ക്യൂസ് മീ. ബാലു, ആഹാ, പുതിയ ഫോണൊക്കെ വാങ്ങിയല്ലോ. ഇത് എന്റെ അല്ല, അമ്മയുടെ ഫോണാ. അമ്മയുടെ ഫോണോ? അതെന്തിനാ താൻ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നേ? താനെന്തിനാ മീനു നെർവസ് ആവുന്നേ? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. താൻ എന്റെ മുഖത്തോട്ട് നോക്കി. താൻ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ എന്റെ അമ്മ ഈ സ്കൂളിൽ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാനുള്ള ശ്രമത്തിൽ അമീർ. അതിനുവേണ്ടി അമ്മ വിശ്വനാഥൻ സാറെ ചെന്ന് കണ്ടിരുന്നു. അമ്മയുടെ അഡ്മിഷന്റെ കാര്യത്തിന്റെ ചില പ്രധാനപ്പെട്ട മെസ്സേജസ് ഇന്ന് അമ്മയുടെ ഫോണിൽ വരും. അതമ്മയ്ക്ക് കിട്ടി ആകെ കുഴപ്പമാവും. അപ്പോ അമ്മയ്ക്ക് മെസ്സേജ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണോ ഇയാൾ അമ്മയുടെ ഫോൺ കട്ടെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവന്നത്? തന്റെ അമ്മ മുന്നേറണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ മീനാക്ഷി? താനെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? തന്റെ അമ്മയുടെ ഒരു നല്ല ആഗ്രഹമല്ലേടോ? ആ പ്രായത്തിലൊക്കെ എത്ര പേർക്ക് പഠിക്കണം തോന്നും? എന്നോട് ഒരുമാതിരി മഹാൻ കളിക്കല്ലേ. നിന്റെ ഉമ്മ നിന്നോടൊപ്പം ഒരേ സ്കൂളിൽ പഠിക്കാൻ വന്നാലേ അത് എന്തുമാത്രം നാണക്കേടാന്ന് നിനക്ക് മനസ്സിലാവും. ഇതിലെന്താ എത്ര നാണക്കേട്? ഇത് തന്റെ അമ്മയുടെ വളരെ നല്ല തീരുമാനമാണെന്നേ ഞാൻ പറയൂ. എന്റെ അമ്മ എന്നെ പോലെ യൂണിഫോം ആക്കിയിട്ട് എന്റെ ക്ലാസ്സിൽ പഠിക്കാൻ വന്നിരിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അമീർ. അല്ലേ തന്നെ ഓരോ കാര്യങ്ങൾക്ക് പരിഹാസം കേട്ട് കേട്ട് ഞാൻ മടുത്തിരിക്കുക. ഇനി ഇതിന്റെ പേരിൽ എല്ലാരും കൂടെ എന്നെ കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. 4-5 പേര് തന്നെ കളിയാക്കുന്നു പേടിച്ച് തന്റെ അമ്മയുടെ പഠിക്കാനുള്ള ആഗ്രഹത്തെ നശിപ്പിക്കാമോ? തന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ശരിയല്ലല്ലോ മീനാക്ഷി. മതിയാക്കാം അമീർ, ഐ ഡോണ്ട് കെയർ. സത്യം പറഞ്ഞാലേ തന്റെ അമ്മ പഠിക്കാൻ തീരുമാനിച്ചാലല്ല, താൻ അമ്മയുടെ ഫോൺ മോഷ്ടിച്ചോണ്ട് വന്ന കാര്യത്തിലാ തനിക്ക് കൂടുതൽ നാണക്കേട് തോന്നേണ്ടത്. നീ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. ഒന്നാമത്തെ കാര്യം ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഓക്കെ ബൈ. ശ്യാമളെ, ആരാ വന്നിരിക്കുന്നേ? ആരായാലും ഏതോ വലിയ മനുഷ്യനാ. ആരാ ചേച്ചി ഇത്? ആരായാലും ചില്ലറപ്പുള്ളിയല്ല. ഇയാൾ ഇവിടെ വന്നതേ ഏതരപ്പാളി കാണാൻ? ചിലപ്പോ നിങ്ങളെ കാണാനായിരിക്കും. ഹലോ, ഐ ആം മാർത്താണ്ഡപിള്ള, ഈ കോളനിയുടെ ഓണറാ. ഓ, ഐ ആം ഡോക്ടർ വിശ്വനാഥ പൊതുവാൾ. നൈസ് ടു മീറ്റ് യു. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഇരുന്ന് സംസാരിക്കാം. ആ പടി കയറി ഉള്ളിലേക്ക് വരൂ. അല്ല, വേണമെന്നില്ല. എനിക്കിവിടെ താമസിക്കുന്ന ഒരാളെ കാണാനുണ്ടായിരുന്നു. ആ അൻസാരി വക്കലിനായിരിക്കും അല്ലയോ? നോ, എനിക്ക്
എനിക്ക് കാണേണ്ടത് സുധാമണിയെ. അവരിവിടെയല്ലേ താമസം? ഓ, സുധാമണിയെയോ? അതെ. അയ്യോ സാറേ, സാറെന്താ ഇവിടെ വന്ന്? സുധാമണി എന്ത് പണിയാ കാണിച്ചത്? നിങ്ങൾ എന്താ അങ്ങോട്ട് വരാത്തത്? അല്ല സാർ, അത് ഇവളെന്തിനാ ഇങ്ങനെ ഒന്ന് പരിങ്ങുന്നേ? എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അതെന്ന് നോക്ക്. സാർ, അതില്ലേ മീനാക്ഷി വീട്ടിലുണ്ട്. ഓക്കെ, ഈ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു പിടി കിട്ടിയ എല്ലാം പൊട്ടും. സാർ ഇവിടെ വന്നത് ഓൾ അറിഞ്ഞാ പോലും അത് വലിയ പ്രശ്നവും. അവിടെ മുഖത്ത് കിടന്ന് തത്തിക്കളിക്കുന്ന കള്ളലക്ഷണം കണ്ടോ? എന്തോ ഒരു തരികടെ അവളെ ഒപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു കള്ളലക്ഷണമാ. അയ്യോ, ഇവൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ഈ കുരുത്തക്കേടും കുരുട്ടുബുദ്ധി അല്ലാതെ വേറൊന്നും മനസ്സിൽ വരില്ലേ? ഇല്ലടി, വരില്ല. കാരണം കാള വാല് പൊക്കുമ്പോ ഈ മാർത്താണ്ഡം പിള്ളയ്ക്ക് അറിയാം അത് എന്തിനാണെന്ന്. നീ കണ്ടു, ഇതിനകത്തുള്ള ചുറ്റിക്കളി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സുധാമണി, നിങ്ങളോട് വളരെ അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിച്ചേ പറ്റൂ. ഐ വിൽ ടേക്ക് ഓൺലി 5 minutes. ഒരു 5 മിനിറ്റ് മതി. മെസ്സേജാ? എനിക്ക് മെസ്സേജ് ഒന്നും കിട്ടിയിട്ടില്ല സാറേ. മെസ്സേജ് മാത്രമല്ല, ഞാൻ ഒരുപാട് തവണ വിളിക്കുകയും ചെയ്തു. ഒന്നും സുധാമണി അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ. ഇതാ ചായ. ആ വത്സേട്ടാ, ഇത് നോക്കൂ, ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന്. ഇനി ഞാൻ മെസ്സേജ് കാണിക്കണം? അയ്യോ വേണ്ട സാറേ, ഞാൻ എന്തിനാ സാറിനെ വിശ്വസിക്കാണ്ടിരിക്കുന്നത്? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ എന്റെ ഫോണ് കയ്യിലില്ല എന്നുള്ളത് സത്യം. പക്ഷെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണണ്ടല്ലേ? പിന്നെ എപ്പോഴാ അത് തിരികെ കിട്ടിയത്? വീട്ടിൽ ഒരു സ്ഥലവും ഇല്ലാണ്ട് ഞാൻ അരിച്ചു പെറുക്കി, കിട്ടിയിട്ടില്ല. അവസാനം വൈകുന്നേരം മീനാക്ഷി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഓളത് കണ്ടുപിടിച്ചെന്ന്. അതും അടുക്കളേന്റെ ഗ്യാസ് സ്റ്റൗവിന്റെ ചോട്ടുമെന്ന്. അത് ഓളെടുത്ത് തന്നേരം ഞാൻ ഫോണ് മുഴുവൻ നോക്കിയതാ. സാറിന്റെ ഒരു മിസ് കോള് പോലും ഉണ്ടായിട്ടില്ല. മെസ്സേജും ഞാൻ ചെക്ക് ചെയ്തതാ. സ്ട്രേഞ്ച്. അങ്ങനെ എങ്ങനെ സംഭവിക്കുക? ഇതെപ്പം മുതലാ കാണാതായത്? രാവിലെ മുതലേ കാണാനില്ലേനു. രാവിലെ എനിക്ക് ഒരുപാട് പണിത്തിരക്കുള്ളോണ്ട് ആ സമയത്ത് ഫോൺ ഞാൻ നോക്കലേ ഇല്ല. മക്കളെല്ലാം പോയതിന് ശേഷം ഞാൻ ഫോണൊന്ന് കൈകൊണ്ട് തൊടുന്ന പോലും. ആ സമയം മുതൽ ഫോണ് കാണാനില്ല. ഉച്ചവരെ ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി. എന്നിട്ട് ഞാൻ മഞ്ജുള എന്റെ അങ്ങട്ടേലെ നമ്മൾ അയൽവക്കം ഓളെ വിളിച്ചോണ്ട് വന്ന് ഓളെ ഫോണിന്ന് എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. അപ്പൊ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. എന്നിട്ട് വൈകുന്നേരം മീനാക്ഷി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ ഫോൺ കിട്ടിയത്? ആന്ന്, ഓള് സ്റ്റൗവിന്റെ ചോട്ടിന്ന് കണ്ടുപിടിച്ചെടുത്തന്നു. സുധാമണിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ സാറേ. സുധാമണി സ്കൂളിൽ ചേരുന്നതിൽ മീനാക്ഷിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഓൾ അറിഞ്ഞിട്ടേ ഇല്ല. അതാണ് ഒരാശ്വാസം. അറിഞ്ഞാലോള് ഭദ്ര കാളീനെ പോലെ ഉറഞ്ഞു തുള്ളു സാറേ. ഇനി അത് ഓളോ സ്കൂളും കൂടിയാന്ന് അറിഞ്ഞ എന്റെ അമ്മോ, എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഒറ്റയ്ക്ക് കള്ളു കുടിക്കുന്നത് ഒരു ബോറ് പരിപാടിയാ. അളിയനോട് ചോദിച്ചപ്പോ അളിയൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടെന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് യു? മോള് പ്രായമായപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് എടുത്തൊരു തീരുമാനം, നോ മോർ ഡ്രിങ്ക്സ് ഇൻ ലൈഫ്. കുഞ്ഞുങ്ങളെ കരുതി അത്തരം ശീലങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് നല്ലതാ എന്ന് കരുതി അവരുടെ ജീവിതം അവരുടെ വാശിക്ക് വിട്ടുകൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. ഞാൻ ഏട്ടനോട് അതുകൂടി പറയാനാ ഇങ്ങോട്ട് വന്നത്.
കിരൺ ആ പാർട്ടിക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അവൾക്ക് അതിൽ തീരെ താല്പര്യമില്ല സന്ദീപേട്ട. അത് മഹേഷും വ്യക്തമായിട്ട് പറഞ്ഞു. അത് അവൾക്ക് പ്രമോഷൻ കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കാൻ അവളായിട്ട് അറേഞ്ച് ചെയ്യുന്നൊരു ഫംഗ്ഷൻ അല്ലേ. അതിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കില്ലേ? നീ എന്താ പറഞ്ഞു? അല്ല, കിരണിനെ നമുക്ക് ആ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? ഏട്ടൻ തന്നെ അവനോടൊന്ന്. കൊള്ളാം, അസലായിരിക്കുന്നു. ഒരാളെ സ്നേഹപൂർവ്വം ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നീട് വിളിച്ച് അത് അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറയുക. അതിൽ പല ഒരു മര്യാദക്കേടുണ്ടോ യാമി? ഏട്ടാ, അത് പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ആ ചെറ്റത്തരത്തിന് കിട്ടില്ല. അത് മര്യാദക്കേടാണ്, സമ്മതിച്ചു. പക്ഷേ ആ പാർട്ടിയില് അപർണയുടെ സമ്മതമില്ലാതെ കിരണിനെ ഇൻവൈറ്റ് ചെയ്തത് മര്യാദക്കേടല്ലേ? എന്തു തന്നെ ആയാലും അവനെ ക്ഷണിക്കുന്നതിന് മുമ്പ് അവളോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു. ഇത് തന്നെയാ നിന്റെയും അളിയന്റെയും ഒക്കെ കുഴപ്പം. അവളുടെ താളത്തിനൊത്ത് തുള്ളി ഇതുവരെ മതിയായിട്ടില്ല നിങ്ങൾക്ക്. ആ ദാരിദ്ര്യം പിടിച്ച ചെരിയിലേക്ക് അപ്പൂനെ കല്യാണം കഴിച്ച് വിടേണ്ടി വരുന്നതും നിങ്ങളുടെ ഈ നിലപാട് കാരണമാണ്. നിങ്ങൾക്കതിൽ നാണക്കേടുണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ട്. ഞാൻ ജർമ്മനിയിൽ അങ്ങ് സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ല. ജോലിയുടെ ഭാഗമായി തൽക്കാലം അവിടെ സെറ്റിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തിരിച്ചു വന്നാലും ഈ നാട്ടിലേക്ക് എനിക്ക് ഇറങ്ങി നടക്കണം. അപ്പുവിന്റെ ഒരേ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഇതിലിപ്പോ ഞാൻ എന്തു പറയാനാ ഏട്ടാ? നീ ഒന്നും പറയണ്ട, എല്ലാത്തിനും നിന്നെ പറഞ്ഞാ മതി. അച്ഛന്മാർക്ക് പെൺകുട്ടികളോട് പൊതുവെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടും. അവര് പറയുന്ന താളത്തിനൊത്ത് തുള്ളി എന്നും വരും. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ അവളുടെ കടിഞ്ഞാണ് നിന്റെ കയ്യിൽ വേണമായിരുന്നു. നീ അത് ചെയ്തില്ല. അവളെ തിരുത്താനും ശ്രമിച്ചില്ല. പെൺകുട്ടികളുടെ മനസ്സല്ലേ ഏട്ടാ, അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഒന്നും ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. പെൺകുട്ടികളുടെ മനസ്സ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ദാറ്റ് മീൻസ് ആ ചേരിക്കാരൻ പയ്യനുമായി ഇപ്പൊ അവക്ക് തോന്നുന്ന പ്രണയം നാളെ മാറി മറിഞ്ഞുകൂടാന്നില്ല. ആം ഐ റൈറ്റ്? കിരണും അവളുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായി ഉണ്ടാക്കി കൊടുത്തേ മതിയാവൂ. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. പക്ഷേ പാർട്ടിക്ക് ബാലു വരില്ലേ? വരട്ടെ, വരണം. ഇത് രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ അവക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും ഞാൻ. പെൺകുട്ടികളുടെ മനസ്സല്ലേ ഏട്ടാ, അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഒന്നും ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. പെൺകുട്ടികളുടെ മനസ്സ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ദാറ്റ് മീൻസ് ആ ചേരിക്കാരൻ പയ്യനുമായി ഇപ്പൊ അവക്ക് തോന്നുന്ന പ്രണയം നാളെ മാറി മറിഞ്ഞുകൂടാന്നില്ല. ആം ഐ റൈറ്റ്? എനിക്കതിൽ വലിയ ഉറപ്പൊന്നും ഇല്ല സന്ദീപേട്ടാ. എന്നാ എനിക്ക് ഉറപ്പുണ്ട്. ഇന്ത്യക്ക് പുറത്തു പോകുന്നതുവരെ നമ്മുടെ നാട്ടിലെ റോഡുകളെ കുറിച്ച് കുറ്റം പറയുന്നവരോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ യൂറോപ്പിലെത്തി അവിടുത്തെ റോഡുകളുടെ മനോഹാരിത കണ്ടപ്പോ അവര് പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. അപർണ നല്ല വിദ്യാഭ്യാസവും സംസ്കാരമുള്ള കുട്ടിയാണ്. അവക്ക് അന്തസ്സുള്ളൊരു ജോലിയും ഉണ്ട്. എല്ലാം ഓക്കെ. പക്ഷേ ജീവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ അവളൊരു വട്ടപൂജ്യമാണ്. നല്ല കുറച്ച് സുഹൃത്തുക്കൾ പോലും അവൾക്കില്ല. ആകപ്പാടെ അവൾ മനസ്സുകൊണ്ട് അടുത്തറിയുന്നത് ഈ ബാലഗോപാലൻ എന്ന് പറയുന്നവനെ മാത്രമാണ്. മറ്റൊന്ന് കാണാത്തിടത്തോളം, മറ്റൊരാളെ കുറിച്ച് അറിയാതിരിക്കുന്നിടത്തോളം അത് തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ കാഴ്ചയും പ്രതീക്ഷയും. അഥവാ അറിയണമെങ്കിൽ കിരണും അവളുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായി ഉണ്ടാക്കി കൊടുത്തേ മതിയാവൂ. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. പക്ഷേ പാർട്ടിക്ക് ബാലു വരില്ലേ? വരട്ടെ, വരണം. ഇത് രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ അവക്ക് മനസ്സിലാവുമല്ലോ.
മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും ഞാൻ. ഇതെല്ലാം അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്ന് നീ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പോയി ഡിന്നർ എടുത്ത് വെക്കേ. ഐ വിൽ കം. വെറുതെ ഇടക്കിടന്ന് നാടകം കളിക്കാണ്ട് ആ തേരിപ്പോടി. നാടകം കളിക്കുന്ന ഞാനാണോ? ഞങ്ങളോട് ഇക്കണ്ട കള്ളങ്ങൾ മൊത്തം വിളിച്ചു പറഞ്ഞിട്ട് അമ്മ എന്നെ വേടപ്പിക്കാൻ നോക്ക. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിട്ട് സ്കൂളിൽ വന്ന എന്റെ പ്രിൻസിപ്പളിനെ കണ്ട് അത് എന്റെ കാര്യത്തിനാന്ന് അമ്മ എന്നോട് കള്ളം പറഞ്ഞു. പണികളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിക്കണ നിപ്പിൽ അമ്മ കണ്ണൂർക്ക് വണ്ടി കയറി പോയത് എന്തിനാന്നറിയോ? അമ്മ നമ്മളോട് പറഞ്ഞതുപോലെ വലിയേട്ടന്റെ കല്യാണത്തിന് നേർച്ച കൊടുക്കാനോ കുടുംബക്ഷേത്രത്തിൽ കുമ്പിടാനോ ഒന്നും അല്ല. ഇപ്പൊ നോക്കിക്കോ, ആ പെണ്ണുള്ള സത്യം മുഴുവൻ വിളിച്ചു പറയും. ഞാന് അന്ന് പറഞ്ഞ സുധാമണിയുടെ ചുറ്റിക്കളി ഇപ്പൊ പുറത്തു വരും. അമ്മ എല്ലാരോടും ഒന്ന് കള്ളം പറഞ്ഞിട്ട് പോയതേ പഠിച്ചിരുന്ന പഴയ സ്കൂളിൽ നിന്ന് 9ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും വാങ്ങാനാ. ഇത്രേ ഉള്ളൂ. എന്തിനായിരുന്നു അമ്മ ഞങ്ങളോട് ഇത് മറച്ചു വെച്ചത്? എന്തിനായിരുന്നു ഈ നട്ടാക്കുരുക്കാത്ത നുണ പറഞ്ഞത്? അമ്മയ്ക്ക് വീണ്ടും സ്കൂളിൽ പോയി പഠനം തുടരാൻ അല്ലേ? ഞാൻ എന്തിനു കൂളാവണം? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണെന്ന് ഏട്ടൻ തന്നെ അമ്മയോട് ചോദിച്ചു നോക്ക്. ഈ പ്രായത്തിൽ ബാഗും തൂക്കി സ്കൂളിൽ പോയാൻ അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? കള്ളത്തരം കാണിക്കരുത്, കള്ളത്തരം പറയരുത്, ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളോട് പറയുന്ന ആളല്ലേ അമ്മ. എന്നിട്ട് അമ്മ ഇപ്പൊ കാണിക്കുന്നത് എന്താ? അതെ, ഞാൻ കള്ളം പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ? സത്യം നിങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോ ഇതായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് നേരത്തെ അറിയാനും. ഞാൻ പറയുന്ന സത്യങ്ങളൊന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള പ്രായം എനിക്കില്ല, അതിനുള്ള പക്വതയും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഫോണിൽ നീ കക്കൂലേനും അതില് വന്ന മെസ്സേജ് നീ മായ്ച്ചു കളയൂലേനും. എന്റെ നേരെ വിരലി ചുണ്ടുന്നതിന് മുമ്പ് നീ അത് ആലോചിച്ച കൊള്ളാം. അതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അമ്മയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടായിരുന്നു. അമ്മയ്ക്ക് എന്റെ സ്കൂളിൽ തന്നെ വന്ന് പഠിക്കണം അല്ലേ? ലോകത്ത് വേറെ ഒരു സ്കൂളും കിട്ടിയില്ല നിങ്ങക്ക് പഠിക്കാൻ. ഒന്നാമത്തെ മാർക്സിന്റെ കാര്യത്തില് കൂട്ടുകാരുടെ ഇടയിൽ നാണം കെട്ട് നാറിയിരിക്കാ ഞാൻ. ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കര കയറാൻ നോക്കുമ്പോഴാ ഈ കോപ്പറായിട്ട് നിങ്ങൾ അവിടെ വന്ന് കയറാൻ നോക്കുന്നത്. നീ ഒന്ന് അടങ്ങ് മീനു. കോളനിയിലെ മൊത്തം ആൾക്കാരും നിന്റെ ഈ ആട്ടം കണ്ടോണ്ട് നിക്ക. മതി അമ്മയെ വലിച്ചു കീറിയത്. ഇവളീ പറയുന്നതൊക്കെ സത്യമാണോ അമ്മേ? ഈ പ്രായത്തിൽ സ്കൂളിൽ പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം അമ്മയ്ക്ക് പെട്ടെന്ന് എവിടെന്നാ പൊട്ടി മുളച്ചത്? ഇത് കേട്ട ആൾക്കാരെന്ത് വിചാരിക്കും? അമ്മ എന്താ അതൊന്നും ഓർക്കാത്തത്? നീ എന്തിനാ ഇങ്ങനെ ശബ്ദം താത്തി സംസാരിക്കുന്നത്? കേൾക്കണ്ടല്ലേ? ഈടെല്ലാരും കേട്ട് കഴിഞ്ഞു. ഇനി രഹസ്യം പറയുന്നത് എന്തിനാ? എന്നെ പറ്റി ആളുകൾക്ക് മോശം തോന്നാനായിട്ട് ഞാൻ തോന്നിവാസം കാട്ടി നടക്കുമല്ല. സ്കൂളിൽ പോയി പഠിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ഞാനും സ്കൂളിൽ പോയാ നിങ്ങൾക്കെല്ലാം എന്താ ഇത്ര വലിയ പ്രശ്നം? നിന്റെ ജോലി നഷ്ടപ്പെടുവാ? അതോ ഇവള് സ്കൂളിൽ നിന്ന് പുറത്താക്കുവാ? അതോ അല്ലെങ്കിൽ സാഗറിന് കോളേജിൽ പോക്ക് നിർത്തേണ്ടി വരുവാ? അതോ ഇനി ഇതിന്റെ പേരില് അപർണയും നീയുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാവുക? അതൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷെ ഒരു സ്കൂളും അമ്മയ്ക്ക് അഡ്മിഷൻ തരാൻ പോകുന്നില്ല.